ചില്ലറക്കള്ള് വിൽപ്പനശാലകൾക്ക് ഒരു ദിവസം എത്ര മണിക്കൂറാണ് പ്രവൃത്തി സമയം നിശ്ചയിച്ചിരിക്കുന്നത്? 12 മണിക്കൂർ. രാസപരിശോധനയ്ക്കായി എടുക്കാവുന്ന വിദേശ മദ്യത്തിന്റെ അളവ് എത്രയാണ്? 180 ml. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? ആർട്ടിക്കിൾ 21. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സിഗരറ്റ് വിൽപ്പന നടത്തിയാൽ ഉണ്ടാകുന്ന പിഴ എത്രയാണ്? 200 രൂപ. നിയമവിധേയമല്ലാത്ത മദ്യം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ വാറണ്ടില്ലാതെ അബ്കാരി ഓഫീസർ പിടിച്ചെടുക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 34. അബ്കാരി കേസുമായി ബന്ധപ്പെട്ട ജാമ്യ ബോണ്ട് മാതൃകയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താൻ ചുമതല ഉള്ളത് ആർക്ക്? ഗവൺമെന്റിന്. അബ്കാരി കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെ തെളിവ് ശേഖരിക്കുന്നതിന് ഒരാളെ വിളിച്ചു വരുത്താൻ അധികാരം നൽകുന്ന വകുപ്പ് സെക്ഷൻ 44. അബ്കാരി പോളിസി ഗവൺമെന്റിന് സമർപ്പിക്കുന്നത് ഏത് മാസത്തിലാണ്? ഡിസംബർ. വിദേശ മദ്യം ഇറക്കുമതി ചെയ്യാൻ അനുമതിയുള്ള ഏത് ലൈസൻസുകാർക്കാണ്? FL3. ഒരു വ്യക്തിക്ക് പെർമിറ്റില്ലാതെ സൂക്ഷിക്കാൻ കഴിയുന്ന വിദേശ മദ്യത്തിന്റെ അളവ് എത്ര? 11.5 ലിറ്റർ. അറസ്റ്റ് നടപടികൾ വിശദീകരിക്കുന്ന അബ്കാരി നിയമ വകുപ്പ് സെക്ഷൻ 40. അബ്കാരി നിയമപ്രകാരം 3 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട ആളെ ആരുടെ മുന്നിലാണ് ഹാജരാക്കേണ്ടത്? മജിസ്ട്രേറ്റ്. കോഴിക്കോട് ജില്ലയിൽ NDPS കുറ്റകൃത്യങ്ങളുടെ വിചാരണയ്ക്കായി പ്രത്യേക കോടതി നിലവിലുള്ളത് എവിടെ? വടകര. രാസപരിശോധനയ്ക്കായി എടുക്കാവുന്ന സാമ്പിൾ കള്ളിന്റെ അളവ് 500 ml. ഒരാൾക്ക് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാവുന്ന ആകെ മദ്യത്തിന്റെ അളവ് എത്ര? 15 ലിറ്റർ. എക്സൈസ് ഓഫീസർക്ക് വെയർഹൗസ് ലൈസൻസ് അനുവദിക്കാൻ കഴിയുന്നത് എത്ര വർഷത്തേക്കാണ്? 1 വർഷം. ഒരു വ്യക്തിക്ക് ലൈസൻസ് ഇല്ലാതെ കൈവശം വയ്ക്കാൻ കഴിയുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ അളവ് 3 ലിറ്റർ. ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂൾ പ്രകാരം മദ്യനിർമ്മാണം, കൈവശം വയ്ക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം ആർക്കാണ്? സംസ്ഥാന സർക്കാർ. FL11 ലൈസൻസ് പ്രകാരം വിൽക്കാൻ കഴിയുന്ന മദ്യങ്ങൾ ഏവ? ബിയർ ആൻഡ് വൈൻ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിധിയിൽ നിന്നും എത്ര അകലെയായിട്ടായിരിക്കണം പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ അനുമതി നൽകേണ്ടത്? 100 മീറ്റർ. 1994 ഏപ്രിൽ 1 മുതൽ ഏത് ലൈസൻസ് ആണ് അബ്കാരി നിയമത്തിൽ നിന്നും ഒഴിവാക്കിയത്? FL2. നിറങ്ങളും ഫ്ലേവറുകളും ചേർക്കാത്ത കൺട്രി സ്പിരിറ്റിനെ വിളിക്കുന്ന പേര് ചാരായം. കേരളത്തിൽ ചാരായ നിരോധനം നിലവിൽ വന്നത് എപ്പോൾ? 1996 ഏപ്രിൽ 1. ചാരായം വിൽപ്പനയ്ക്കുള്ള ശിക്ഷ എന്താണ്? 10 വർഷം വരെയുള്ള തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. കൺട്രി ലിക്കർ എന്നതിൽ എന്തെല്ലാം ഉൾപ്പെടുന്നു? കള്ള്, ചാരായം.